സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സെക്ഷനോട് നമുക്ക് SSC-GDൻ്റെ അടുത്തൊരു ഷിഫ്റ്റ് റീസണിങ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു ഡേറ്റിൽ ചോദിച്ച 10th January 2023 ഷിഫ്റ്റ് 2-ൽ ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓക്കെ, നോട്ട്സ് ആയിട്ട് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്നതാണ്. ഈ നമ്പേഴ്സ് 1, 3 എന്നുള്ളത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അതേപോലത്തെ കേസ്. ഇനി ആ സെറ്റ് ഏതൊക്കെയാണ്? 20, 90, 10, അതേപോലെ 25, 135, 10. ഇവിടെ നോക്കിയേ, ഈ രണ്ട് സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് പിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയോ, അതെ ഫസ്റ്റ് നോക്കിയോ, ഇവിടുത്തെ ഫസ്റ്റ് 20, 90, 10. ഓക്കെ, ഇവിടെ നോക്കിയാൽ എത്ര നമ്പർ ഉണ്ട്? ഇത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ അല്ലേ? ഇനി ഇവിടുത്തെ ആ ഒരു കണക്ഷൻ എന്ന് പറയാൻ നേരത്തെ ഇവിടെ നോക്കിയോ, ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, 20 - 10 എത്രയാണ്? 10 ആണല്ലേ. ഇനിയിപ്പോൾ ഇവിടെ എത്ര കണക്ട് ചെയ്തിരിക്കണം? 90 ആണ്. 10 എന്ത് ചെയ്താൽ 90 ആവും? ഇൻറ്റു 9. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ ഇൻറ്റു 9 ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടും. ആ ഒരു കണക്ഷൻ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യും. 25, 135, 10 ഫോളോ ചെയ്തിട്ടുണ്ടാകും. നോക്കാം. അതേ നോക്കിയേ, 25 ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, അതായത് 25 - 10 15 അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഇൻറ്റു 9, 15 × 9. അങ്ങനെ 15 × 10 എത്രയാണ്? 150 ആണ്. 150 - 15 135 അല്ലേ. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ജസ്റ്റ് ഒന്നുകൂടി എഴുതാം. ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, ഇനി എന്താ ചെയ്തത്? ഇൻറ്റു 9. ഇൻറ്റു 9 ഈക്വൽ ടു എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ ഇൻറ്റു 9 സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇനി ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എന്തെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താ? ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ എത്ര? 19 - 15 4 ആണല്ലേ. 4. ഇനി എന്താ ചെയ്തത്? ഇൻറ്റു 9 എത്ര വരും? 36 ആണ് അല്ലേ. പക്ഷേ ഇവിടെ എത്ര കണക്ട് ചെയ്തിരിക്കുന്നത്? 18. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ 18, 72, 10. അതെ, 18 - 10 എത്രയാണ്? 8 ആണ്. ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ. ഇനി എന്താ ചെയ്തത്? ഇൻറ്റു 9. അപ്പോൾ സെക്കൻഡ് നമ്പർ 8 × 9 72. ഓക്കെ, ഇവിടുത്തെ സെക്കൻഡ് നമ്പർ നോക്കിയേ എത്ര? 72. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയത് സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 18, 72, 10 ആണ്. ഈ രണ്ട് പാറ്റേണുമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 6 ഗേൾസ് D, K, M, P, R and S are sitting around a circular table facing the center. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമുക്ക് അതായത് ഒരു 6 പേരുണ്ട്. സർക്കിൾ ടേബിളാണ്. ഇതാണ് ആ സർക്കിൾ ടേബിൾ. 6 പേരുണ്ട്. 1, 2. അവരെങ്ങോട്ട് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? സെൻറ്ററിലേക്ക്. 3, 4, 5 again 6. ഇതാണ് 6 പേര്. ഇനി ഇവരുടെ അറേഞ്ച്മെൻറ്റ് D എവിടെ, K എവിടെ, M എവിടെ, P എവിടെ, ജസ്റ്റ് അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി. ഇനി നോക്കിയേ, S is sitting തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് R. ആറിൻ്റെ തേർഡ് ലെഫ്റ്റ് ആരുണ്ട്? S ഉണ്ട്. അപ്പോൾ ഈ സർക്കിളിൽ സെൻറ്ററിലേക്ക് അവർ ഫേസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് 2 ഡയറക്ഷനാണല്ലോ. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അതായത് ഇവിടെ ഇപ്പോൾ എക്സ് ആണ് ഇരിക്കണമെങ്കിൽ ഇത് Y, ഇത് Z. ഇനി ഈ എക്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് Y എന്നുള്ളത് ഏത് സൈഡായിരിക്കും? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ നേരത്ത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എക്സിനെ വെച്ച് Y നോക്കാൻ നേരത്ത് എക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് ആര് വരുന്നത്? Y വരുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാൻ നേരത്ത് റൈറ്റ് സൈഡും, ഇനി എക്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഈ Z എന്ന് പറയാൻ നേരത്ത് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എക്സിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ സെൻറ്ററിലേക്ക് ഫേസ് ശ്രദ്ധിക്കുക, സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്ന നേരത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൈറ്റ് സൈഡും ആയിരിക്കും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി S is sitting തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് R. ആറിൻ്റെ തേർഡ് ലെഫ്റ്റ് ആരുണ്ട്? S ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R ഇപ്പോൾ ഇവിടെയാണെന്ന് സപ്പോസ് R ഇവിടെയാണെങ്കിൽ S തേർഡ് ലെഫ്റ്റ് ആയിരിക്കും S വരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകും. ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്. S ഇവിടെയാണ്, R കൺഫേം ആയിട്ട് ഇവിടെ ഇരിക്കും. R ഇവിടെയാണെങ്കിൽ S ഇവിടെ ഇരിക്കും. അങ്ങനെ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് P സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് R. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി പറയാം. അപ്പോൾ P ഇരിക്കുന്നത് P സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. ഇനി ആൻഡ് ഒരു കണ്ടീഷൻ, ആൻഡ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് D. അപ്പോൾ P ഇരിക്കുന്നത് ആറിൻ്റെ റൈറ്റ് സൈഡും ഡിയുടെ ലെഫ്റ്റ് സൈഡും ആണെന്നാണ് പറയുക. അപ്പോൾ D ഇതാണെങ്കിൽ ഡീൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ P ഇരിക്കുന്നത് ഡിനും ആറിനും ഇടയ്ക്കാണ് ആരിയിരിക്കുന്നത്? P ഇരിക്കുന്നത്. ശരി, ഇവിടെ നോക്കിയോ, M is സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് R. ആറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആറുണ്ട്, M ഉണ്ട്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഇവിടെ വരെ നോക്കി. ഇനി K is സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് S.
ആൻഡ് അടുത്തൊരു കണ്ടീഷൻ കൂടിയുണ്ട്, കെ ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എസിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. കെ സിറ്റ് അല്ലെങ്കിൽ റിമൈനിങ് ഒരു പൊസിഷനേ ഉള്ളൂ, അതാരേ വന്നേ പറ്റുള്ളൂ, കെ വന്നേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുക, ഹൂ ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് കെ ആൻഡ് ഡി. അതായത് കെയുടെയും ഡിയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ, അതായത് കെയ്ക്കും ഡിക്കും ഇടക്ക് ആരാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കെ ഡി ആരായിരിക്കും, ഇത് എസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു കറക്റ്റ് ഡി കെ എം പി ആർ എസിൻ്റെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടും കെയിൻ്റെയും ഡിൻ്റെ ഇടയ്ക്ക് എസ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു ബോട്ട് മാസ് ആണ്. വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ബിലോ ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ്. ടു സൈൻസ് ആണ്, രണ്ട് സൈൻസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ് ആവും. നോക്കിയേ, ഇപ്പോൾ നമ്പേഴ്സിനൊന്നും ചേഞ്ച് ഇല്ല. അതായത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ പ്ലസ്സും, ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്, പ്ലസ്സും ഇൻറ്റും തമ്മിൽ നമുക്കൊന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് നോക്കിയേ 42 പ്ലസ്സിന് ചേഞ്ച് ഉണ്ട്, ഇൻറ്റു ആവും. ഡിവൈഡിന് ചേഞ്ച് ഇല്ല. തൽക്കാലം ഡിവൈഡ് നമുക്ക് 1/24 എന്ന് എഴുതാല്ലേ. ജസ്റ്റ് ഞാൻ ഡിവൈഡിന് 1/24 എന്ന് എഴുതി. ഇനി ഇൻറ്റുവിന് ചേഞ്ച് ഉണ്ട്, പ്ലസ് ആയി 84 - 14. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്തിലേക്ക് വരുമോ നോക്കിയാൽ മതി. 91ലേക്ക് വന്നാൽ ഈ ഒരു ഓപ്ഷനും കറക്റ്റായിട്ട് വരുന്നത് ഏത്, പ്ലസ് ഇൻറ്റു അല്ലേ. ഇവിടെ നോക്കാം. ഇനി ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓഫിൽ ഡിവിഷൻ ഇല്ല. ഡിവിഷൻ നമ്മൾ എങ്ങനെ എഴുതി, ഇൻറ്റു 1/24 അല്ലേ. ജസ്റ്റ് ഇത് കട്ട് ചെയ്യാം. 2 × 42/2 21 ആണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, 21 + 84 - 40. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 91ലേക്ക് എത്താൻ നോക്കാം. അത് 80 + 20 100, 100 + 1 101 105. 105 - 40. 105 - 10 95. 95 - 4 91 അല്ലേ. ഇവിടുത്തെ വാല്യൂ എത്രയാണ്, 90. അപ്പോൾ ഏത് സൈനാണ്, പ്ലസ് ഇൻറ്റു തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. ഓക്കെ, പീഡിയാട്രീഷ്യൻ ചിൽഡ്രൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡെർമറ്റോളജിസ്റ്റ് നമുക്കറിയാം സ്കിന്നാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ റെപ്രസെന്റ് കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൻ വേർഡ്സ് ആസ് ദ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. ഓക്കെ, ഇവിടെ 5 വേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി അറേഞ്ച്മെൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ വൈസ് പെട്ടത്. എല്ലാ ഓപ്ഷനിലും 5 ഉണ്ട്. അപ്പോൾ എന്തായാലും 5 നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കിയാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 1 to 4 ഏത് വരും എന്ന് നോക്കിയാൽ 1 to 4 യെല്ലോ എൻ ഉണ്ട്, യെല്ലോ എൻ ഉണ്ട്, യെല്ലോ യു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ, 1ഉം 2ഉം കഴിഞ്ഞിട്ടേ 4 വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തൽക്കാലം നമുക്ക് 5 കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഇനി 1 ആണോ 2 ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് യെല്ലോ എൻ കോമൺ ആണ്. ഇ കഴിഞ്ഞിട്ട് ജി വരുള്ളൂ അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ 2 ഉള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി 2 ഓപ്ഷനുള്ളത് 512, 512, 34 ഉണ്ട്, 43 ഉണ്ട്. അപ്പോൾ 4 അതെ. ഇപ്പോൾ ഈ 512 കോമൺ ആണ്, ഇവിടെ 512 കോമൺ. 3 ആണോ 4 ആണോ നോക്കി കൺക്ലൂഡ് ചെയ്യാം. അതായത് നോക്കിയാൽ 3ഓ 4ഓ. അപ്പോൾ യെല്ലോ 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന നേരത്ത് യെല്ലോ കോമൺ ആണ്. ഇനി വി നമുക്കറിയാം V22 ആണ്, U21 ലിറ്റർ ആണ്. അപ്പോൾ യു കഴിഞ്ഞിട്ടേ വി വരുള്ളൂ. അപ്പോൾ 4 കഴിഞ്ഞിട്ടേ 3 വരുള്ളൂ. ഇവിടെ 3, 4 ആണ്. ഇത് അവോയ്ഡ് ചെയ്യാം. ഇവിടുത്തെ ആൻസർ 512, 43. ഓക്കെ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ടു കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്? UERB, RHOE, LNIK, IQFN. ഇവിടെ നോക്കിയോ, ഇത് ഫസ്റ്റ് ലെറ്റർ നോക്കിയോ, URLI. UR then ഈ ലെറ്റർ വേണം, L ഉണ്ട്, I ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് നമ്പർ നമുക്ക് കൊടുക്കാം. എന്തേ നോക്കിയേ, 9, L12, R18, U21. ജസ്റ്റ് ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയാൽ -21 - 3 18 ആണ്. 12 - 3 9 അല്ലേ. ഇനി ഇവിടുത്തെ ഗ്യാപ്പ് നോക്കിയാൽ 12 18 ഗ്യാപ്പ് 6. അപ്പോൾ 3 3 വെച്ച് സ്പ്ലിറ്റ് -3 15 15 - 3 12. 15ൻ്റെ ലെറ്റർ O ആണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ കിട്ടിയില്ലേ, O ആണ്. ഇനി O അല്ലാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ O ഉള്ള ഓരോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാൽ സെക്കൻഡ് ലെറ്ററിൽ K ഉണ്ട്, L ഉണ്ട്. L ആണെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 3 ഓപ്ഷൻ വീണ്ടും ചെക്ക് ചെയ്യണം. അതേ നോക്കിയേ, അടുത്ത ലെറ്റർ ഏതൊക്കെയാണ്? E സെക്കൻഡ് ലെറ്റർ ആണ് E. ഇതിനകത്ത് സെക്കൻഡ് ലെറ്റർ H. ഇനി ഈ ഒരു ലെറ്റർ വേണം, N, Q 17, N 14, H 80, 5 + 3 80, 14 + 3 70. അപ്പോൾ
8 + 3 11th ടേം 11 + 3 ആണ് 14. 11th ടേം കെ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നോക്കി കൺക്ലൂഡ് ചെയ്യാം. എം എൻ എൽ മൂന്നും വ്യത്യസ്തമാണ്. അത് നോക്കി കൺക്ലൂഡ് ചെയ്യാം. എന്ത് നോക്കി, അപ്പോൾ ഇതിനകത്താണെങ്കിൽ 6, ഇതിനകത്ത് O, ദെൻ അഗൈൻ ഈ ലെറ്റർ IF, 6 I9, O15, R18, -3, ഇവിടെ -3, ഗ്യാപ്പ് നോക്കിയാൽ 6, അപ്പം -3 12, 12th ടേം L, 12 - 3 9 വരും. അപ്പോൾ L ആണ്. ഓക്കെ, L ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി. ഇവിടുത്തെ ഓക്കെ L, അടുത്ത ഓപ്ഷൻ H ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് വയ്ക്കാം. ബി 2, 2 + 3 5, 5 + 3 8, 8th ലെറ്റർ H, 8 + 3 11, 11th ടേം K. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്തായിരുന്നു? ആദ്യം -3, ദെൻ സെക്കൻഡ് ലെറ്റർ +3, അടുത്ത -3 +3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following interchange of numbers, not digits, would make the given equation correct? ഓക്കെ, ഓപ്ഷൻസ് നോക്കി. ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഏത് രണ്ട് നമ്പർ, ഡിജിറ്റ് അല്ല, നമ്പേഴ്സ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ ബാലൻസ് ആവുക. ഫസ്റ്റ് ഓപ്ഷൻ 15ഉം 26ഉം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. എന്ത് 8 ഇൻറ്റു സയൻസിനൊന്നും ചേഞ്ച് ഇല്ല, 15 26 ആവും. ഡിവൈഡ് എന്നുള്ളത് 1/3 എന്ന് എഴുതാം. +14 -4 26 എന്താവും? 15 ആവും. ഇതിൻ്റെ വാല്യൂ ഓക്കെ. ഈ 8ഉം 26ഉം നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. തൽക്കാലം ഇതവിടെ നിൽക്കണം. നമുക്ക് അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. അടുത്ത ഓപ്ഷൻ ഏതൊക്കെയാണ്? 4 8. 8ൻ്റെ അവിടെ 4 ആയി. ഇനി അടുത്തത് 15 ചേഞ്ച് ഇല്ല, ഡിവൈഡ് 1/3 എഴുതി. ഇനി +14 -4 എന്നുള്ളത് എന്തായി? 8 ആയി. ഇതിവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്ത് നോക്കണ്ട. അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അതെ = 26. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ ബാലൻസ് ആവുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? കറക്റ്റായിട്ട് 4 8 ആയിരിക്കും. ഇവിടെ നോക്കി. ഇനി 3 വെച്ച് കട്ട് ചെയ്യാൻ നേരത്തെ എത്ര? 5 ടൈംസ് 5 × 4 20, 20 + 14 -8, 20 + 14 34 ആണ്. 34 - 8 30, 26. ഓക്കെ അല്ലേ? LHS = RHS. അപ്പോൾ ഏത് രണ്ട് നമ്പർ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യപ്പോഴാണ് ആൻസർ കിട്ടിയത്? 4 and 8, ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അവോയ്ഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു ബ്ലഡ് റിലേഷനാണ്. ഓക്കെ, ഈ ഒരു സിമ്പിളാണ് എന്താ? A is the husband of B. അതേപോലെ ഏത് റിലേഷനാണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്? ഈ ഒരു റിലേഷൻ കൊണ്ടുവരണം. അതിൽ 2 റിലേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രത്തിലേക്ക് വരാം. ഇവിടെ നോക്കിയേ. അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോ. അതെ ഫസ്റ്റ് ഇവിടെ തുടങ്ങണം G % V ആണ്. അപ്പോൾ A is the mother. അപ്പോൾ G കൊടുക്കുക, ഇവിടെ V കൊടുക്കുക. അപ്പോൾ എന്താ? G is the mother of V എന്ന് അല്ലേ? G is the ഇത് ആൻഡ് ആയിരുന്നു. പേഴ്സൻറ്റേജ് ആണ് വേണ്ടത്. ഇവിടെ GB, അതേപോലെ GV. അപ്പം G ഈസ് ദ സിസ്റ്റർ ഓഫ് B. G ഈസ് ദ സിസ്റ്റർ ഓഫ് V. Vൻ്റെ സിസ്റ്ററാണ് G. സിസ്റ്റർ ആയതുകൊണ്ട് മെയിൽസിന് പ്ലസ്, ഫീമെയിൽസ് മൈനസ്, ബ്രദർ സിസ്റ്റർ സിംഗിൾ ലൈൻ, മാരീഡ് എന്നുള്ളതിന് നമ്മൾ ഡബിൾ ലൈൻ. ഇത്രയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയാൽ ഇനി വിയും കെയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കണം. വി കെ. വി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കെ. വി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കെ. കെയുടെ ഹസ്ബൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെ ഇതാണെങ്കിൽ ഹസ്ബൻഡ്, അതായത് മാരീഡ് ആണ്. ഇത് ബ്രദർ സിസ്റ്റർ, ഇവർ മാരീഡ്. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന നേരത്ത് പ്ലസ്, സ്വാഭാവികമായിട്ട് ഇത് മൈനസ് അല്ല. ഇനി അടുത്ത് ഇനി ഈ ഒരു സിമ്പിൾ കെയും പിയും തമ്മിൽ ആൻഡ് വെച്ചാൽ കാണാം. കെ പി. കെ ഈസ് ദ മദർ ഓഫ് പി. പിയുടെ മദറാണ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാദർ ഓട്ടോമാറ്റിക്കലി പി ആയിരിക്കും. അപ്പോൾ പിൻ്റെ മദർ കെയും ഫാദർ വി. ഇനി അടുത്ത റിലേഷൻ ഇതാണ്. ജിയും എസും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കണം ഈ ഒരു സിമ്പിൾ വെച്ച്. അപ്പോൾ ജി എസ്. ജി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. എസിൻ്റെ ഡോട്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജി. ഇനി അടുത്തത് എസും എമ്മും തമ്മിൽ ലാസ്റ്റ് കണക്ഷൻ പേഴ്സൻറ്റേജ് ആണ്. എസ് ഈസ് ദ സിസ്റ്റർ ഓഫ് എം. എസ് ഈസ് ദ സിസ്റ്റർ ഓഫ് എമ്മിൻ്റെ സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ ആയതുകൊണ്ട് മൈനസ്.
ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ഡയഗ്രാം. എമ്മിൻ്റെ സിസ്റ്റർ എസ്, എസിൻ്റെ ഡോട്ടർ ജി, ജിൻ്റെ ബ്രദർ വി, വിയും കെയും മാരീഡ്, കെയിൻ്റെ സണ്ണ് അല്ലെങ്കിൽ ഡോക്ടറാണ് പി എന്ന് പറയുന്നത്. ഇനി എന്താ ചോദിച്ചത്, ദെൻ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു പി. ഇനി എസും പിയും തമ്മിലുള്ള റിലേഷനാണ് ഇത്. നോക്കിയേ, അതായത് പിൻ്റെ ഫാദറിൻ്റെ മദറാണ്, ഫാദേഴ്സ് മദർ. അതായത് ഇത് മദർ, ഇത് പിൻ്റെ ഫാദർ. ഫാദേഴ്സ് മദറാണ് ആരെന്ന് പറയുന്ന നേരത്തെ എസ് എന്ന് പറയുന്നത്, പിൻ്റെ ഫാദറിൻ്റെ മദർ. ഓപ്ഷനായിട്ട് തന്നെ ഫാദേഴ്സ് മദർ ഓപ്ഷൻ. ഓക്കെ, മദറുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ. അതായത് എസിൻ്റെ ഡോട്ടറാണ് ജി, ഓൾറെഡി ഇവർ ബ്രദർ സിസ്റ്ററാണ്. എസിൻ്റെ സണ്ണാണ് ആരെന്ന് പറയുന്ന നേരത്ത് വി എന്ന് പറയുന്നത്. അപ്പോൾ പി ഫാദേഴ്സ് മദറാണ് ആരെന്ന് പറയുന്ന നേരത്ത് പിയും എസും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following numbers will replace the question mark in the given series? സീരീസ് ഇതാണ് 7, 50, 351, 2458. ഓക്കെ, അടുത്തൊരു നമ്പർ സീരീസ് ആണ്. ഇവിടെ നോക്കിയോ, 750. ഇത് നോക്കിയോ, 7 ഉണ്ട്. ദെൻ അഗെയിൻ 7 × 7 എത്ര വരും? 49 ആണ്, +1. അപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി അല്ലേ? × 7 +1. ഇനി ആ ഒരു പാറ്റേൺ ഇവിടെ കിട്ടുമോ നോക്കാം. 50 × 7 350 ആണ്, +1. 350 +1 351 അല്ലേ? ഇനി ആ ഒരു അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? × 7 +1. അത് ഇവിടെയും ഫോളോ ചെയ്യണ്ടെന്ന് നോക്കാം. 351 × 7. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം? 351 300 × 7 എത്ര വരും? അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 300 × 7 2100. 50 × 7 3507. എത്ര വരും? 7 5 4 2 2457. +1. ഓക്കെ, × 7 ഉണ്ട്, +1 കൂടി ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 2458 അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? × 7 +1. ഇനി ഈ നമ്പറിനോട് എന്ത് ചെയ്യണം? × 7 +1. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നത്? എല്ലാത്തിനും ലാസ്റ്റ് ഡേറ്റ് നോക്കിയാൽ 7025 ആണ്. എല്ലാം ഒരേപോലെയാണ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക. അപ്പം 2458 × 7. × 7 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് 8 × 7 56 ആണ്, 6 വരും. ഇതാ ലാസ്റ്റ് ഡേറ്റ് 6 ആയിരിക്കും. × 7 ചെയ്യും. പിന്നെ എന്തും കൂടി ചെയ്യണം? +1 കൂടി ഉണ്ട്. +1 കൂടി ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് 6 എന്നുള്ള എന്തിലേക്ക് മാറും? 7ലേക്ക് മാറും. ഇനി 7 ആയിട്ടുള്ളത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ എ ആണ്. ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യാം. ഇനി ഒരു 7 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്ത്? 2458 × 7 ചെയ്യുന്ന നേരത്ത് ലാസ്റ്റ് ഡേറ്റ് 6 വരും. പിന്നെ × 7 മാത്രം ചെയ്താൽ പോലെ എന്തും കൂടി ഉണ്ട്? +1 കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരും? 6 + 1 7. അതായത് 17207. 2458 × 7 + 1 ചെയ്യുന്ന നേരത്ത് 17207 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ചെയ്ത് നോക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following terms will replace the question mark in the given series? DBA, JHG, PNM. ഓക്കെ, അടുത്ത 3 ലെറ്റർ ഏതാ? ഇവിടെ നോക്കിയോ, ഇതിൻ്റെ കറക്റ്റ് നമ്പർ കൊടുക്കാം നമുക്ക്. ഡി. ഇത് ഫസ്റ്റ് ലെറ്റർ നോക്കിയോ, D4 ആണ്. P16, J10 4. ഇവിടെ എത്ര കൂടി? 4 + 6 10 ആണ്. 10 + 6 16 + 6 22 അല്ലേ? 22 ടൈം V ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലെറ്റർ V ആണ്. ഇനി അടുത്തത് B, സെക്കൻഡ് ലെറ്റർ H, ഇവിടെ N 14 82 2 + 6 + 6 14 20th ടൈം വരും. 20th ടൈം T. ഓക്കെ, എല്ലാത്തിലും T ഉണ്ട്. ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത UQS. ഇതേ അടുത്ത ലെറ്റർ നോക്കിയോ, AGM. M13 G7 +6 + 6 + 6 എത്ര വരും? 13 + 6 19th ടൈം S ആണ്. അപ്പോൾ VTS ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത സിലബസ് ആണ്. 3 statements are given followed by 3 conclusions numbered 1, 2 and 3. Assuming the statements to be true, even if they seem to be at a variance with the commonly known facts, decide which of the conclusion logically follows from the statements. Some cabbages are rocks, all rocks are wheels, no wheel is a scissor. All cabbages are wheels, some rocks are wheels, some wheels are not scissors. ഇവിടെ നോക്കിയോ, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
ഇതുമായിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ കൺക്ലൂഷൻ ഏതൊക്കെ ഫോളോ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇതിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രാം സം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഉണ്ട്, നോ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരാം. സം ക്യാബേജ് ആർ റോക്സ്. അപ്പോൾ ക്യാബേജിൻ്റെ ഒരു സർക്കിൾ വരച്ചു. ക്യാബേജ് കുറച്ച് ക്യാബേജ് എന്താണ്, റോക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഒരു പോർഷൻ ഇൻഡിക്കേറ്റ്. സം ക്യാബേജ് ആർ റോക്സ് അല്ലേ. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, ഓൾ ആണ്. ഓൾ റോക്സ് ആർ വീൽസ്. എല്ലാ റോക്സും വീൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വരക്കാം. കണ്ടോ, എല്ലാ റോക്സിനും കവർ ചെയ്ത് ഔട്ട് സൈഡിൽ വീൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, സം വീൽസ് ആർ റോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ റോക്സ് ആർ വീൽസ് എന്നും പറയാൻ നോക്കാം. അല്ലെങ്കിൽ വീൽസിൻ്റെ കുറച്ച് പോർഷനാണ് ആറ്. ഇനി അടുത്തത് നോ വീൽ ഈസ് എ സിസർ. ഒരു വീലുമായിട്ടുള്ള ഈ വലിയ സർക്കിളിന് സിസറുമായിട്ട്, അതായത് സിസറിന് ഒരു സർക്കിൾ വരച്ചു, ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, വീലും സിസർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആറുമായിട്ടും കണക്ഷൻ ഉണ്ടാകത്തില്ല. ഇനി നോക്കിയേ, ഓൾ ക്യാബേജ് ആർ വീൽസ്. എല്ലാ ക്യാബേജും വീൽസ് ആണെന്ന് പറയാം. സം ക്യാബേജ് വീൽസ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ കംപ്ലീറ്റ്ലി റോങ് ആണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് അവോയ്ഡ് ആവും, ഇതും അവോയ്ഡ് ആവും. ഇനി ഓൾത്തെ കൺക്ലൂഷന് ഫോളോ, ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരൊറ്റ കൺക്ലൂഷനുകൾ 2 ഉം 3 ആണ്, അത് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. സം റോക്സ് ആർ വീൽസ്. വീൽസിൻ്റെ കുറച്ച് പോർഷനിലെ റോക്സ്, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ റോക്സും വീൽസ് ആണെങ്കിലും വീൽസിൻ്റെ കുറച്ച് പോർഷനാണ് റോക്സ് ഉള്ളത്. ഇനി അടുത്തത് സം വീൽസ് ആർ നോട്ട് സിസേഴ്സ്. അത് ക്വസ്റ്റിനെ പറഞ്ഞ നോ വീൽ ഈസ് എ സിസർ. വീലും സിസറും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, 2 and 3. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റിൽ അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ ഇതെങ്ങനെയാണ്, സർക്കിളിലേക്കല്ല. ഇവിടെ ശ്രദ്ധിച്ചു, 8 people ആർ സിറ്റിംഗ് ഇൻ 2 parallel rows with 4 people each. ഒന്നുകൂടി വായിക്കാം. 8 people are sitting in 2 parallel rows with 4 people each in such a way that there is equal distance between adjacent person and they are facing each other. In row 1, L, M, N and O are seated and all of them are facing south. In row 2, P, Q, R and S are seated and all of them are facing north. N sit next to the person at the extreme right end of their row and is facing R. S sits at the extreme left end of their row. Q sits to the immediate right of R and is facing L. O sits at the extreme left end of their row. O sit at the extreme right end of the row of people facing south. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ കണ്ട എന്തായിരുന്നു, സർക്കിളിൽ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എത്ര പേര്, 8 പേരുണ്ട്. അവരെങ്ങനെ 2 parallel lines. ഇത് ഫസ്റ്റ് പാരലൽ ലൈൻസ്, സെക്കൻഡ് പാരലൽ ലൈൻ. 4 പേര് വെച്ചിരിക്കുന്നുണ്ട്. സച്ച് എ വേ ദാറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, എല്ലാവരും ഒരേ അകലത്തിലാണ് ഇരിക്കുന്നത്, ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചാണ്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് പേഴ്സൺ, ദേ ആർ ഫേസിങ് ഈച്ച് അതർ. ഇൻ റോ 1, അപ്പോൾ റോ 1ൽ L, M, N, O ആണുള്ളത്. സീറ്റഡ് ആൻഡ് ഓൾ ഓഫ് ദം ഫേസിങ് സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മാപ്പ് വരക്കുമ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത് ആണ്. അതായത് നോർത്തിലിരിക്കണവർക്ക് മാത്രമേ സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സൗത്തിലിരിക്കണവർക്ക് മാത്രമേ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ L, M, N, O ആണ് ഇവിടെയുള്ള ആൾക്കാർ. L, M, N, O. ഇനി അവർ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് 4 പേര്, 1 ഈക്വൽ ഡിസ്റ്റൻസ്, 1, 2, 3, 4. അവർ സൗത്തിലേക്ക്. ഇനി അടുത്ത നോക്കി, ഇൻ റോ 2, P, Q, R. അപ്പോൾ റോ 2-ലുള്ളത് P, Q, R, S ആണ്. ഇവർ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി. ഈ ഒരു അറേഞ്ച്മെൻ്റ് അല്ല, അതിലേക്ക് വരാം നമുക്ക്. ഇവിടെ 4 പേര്, ഇവിടെ 4 പേര്. ഇനി P, Q, R, S ആർ സീറ്റഡ് ആൻഡ് ഓൾ ഓഫ് ദം ആർ ഫേസിങ് നോർത്ത്. ഇവർ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റ് ചെയ്യാണ്, ഇവിടെ ഇരിക്കുന്ന ആണെങ്കിൽ ഇവരെല്ലാവരും ഓപ്പോസിറ്റ് ആയിട്ട്, 4 പേരും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കണം. ഇനി N sit next to the person at the extreme right end of their row and is facing R. അതായത് ആറിനെ ഫേസ് ചെയ്യുന്ന പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തേ നോക്കി, എന്നിൻ്റെ കേസാണ് പറയണത്. N sit next to the person at the extreme right end of their row. N ഇരിക്കുന്നത് അവരുടെ എക്സ്ട്രീം റൈറ്റ് എൻഡ് ആണ്. N sit next to the person, next to എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് N ഇരിക്കുന്നത് എക്സ്ട്രീം റൈറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് ആണ്. നെക്സ്റ്റ് ഒരു പേഴ്സൺ കഴിഞ്ഞാൽ എക്സ്ട്രീം റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ N ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കി, ഇതല്ലേ 4 പേര്. N ഇവിടെയാണെങ്കിൽ ഇനി ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു, N sit next to the person at the extreme right. അപ്പോൾ ആര് എക്സ്ട്രീം റൈറ്റ്, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇത് നോർത്ത് സൈഡ് എന്ന് പറഞ്ഞ് ഇത് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ
അപ്പം നോർത്തിൽ ഇരിക്കണവരായിരിക്കും സൗത്തിലേക്ക് ഫേസ് ചെയ്യുക. അപ്പം സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് ഇത് ലെഫ്റ്റ് സൈഡ്, സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് ഫേസിങ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡ്, സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ് ആയിരിക്കും. അതേപോലെ ഇവിടെ ആണെങ്കിലാ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ്, ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഓർക്കുക. ഇനി നോക്കിയേ, എൻ സിറ്റ് നെക്സ്റ്റ് ടു ദ പേഴ്സൺ അത് എക്സ്ട്രീം റൈറ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് എക്സ്ട്രീം റൈറ്റിൽ ആരിരിക്കണം, അതായത് ഇയാൾ ഇരിക്കണം, അതിൻ്റെ തൊട്ടടുത്താണ് എൻ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നെ ഫേസ് ആൻഡ് ഈസ് ഫേസിങ്, അതിന് ആരെ ഫേസ് ചെയ്ത് എൻ ഫേസ് ചെയ്തിരിക്കണത് ആറിനെ ഫേസ് ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരാളുടെ പൊസിഷൻ കിട്ടി, ഇവിടുന്ന് ഒരാളുടെ പൊസിഷൻ കൺഫേം ആണ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, എസ് സിറ്റ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദെയർ റോ. എസ് ഇരിക്കണത് എസ് എവിടെയാണോ ഇരിക്കണത് അതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന്. അപ്പോൾ എസ് ഇവിടെയാണ്, കൺഫേംഡ് ആണ്. ലെഫ്റ്റ് സൈഡ് ഇതല്ലേ, നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇതാണ്, സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇതും. ഇനി അടുത്തത് ക്യൂ സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ ആൻഡ് അടുത്ത കണ്ടീഷൻ കൂടിയുണ്ട്. ക്യൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അപ്പോൾ ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ക്യൂ ഉണ്ട് ആൻഡ് ഫേസിങ് എല്ലിനെ ഫേസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടുന്ന് 2 പേരുടെ പൊസിഷൻ, ഇവിടുന്ന് 3 പേരുടെ പൊസിഷനും, ഇവിടുന്ന് ഇനിയിപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇതിനകത്ത് പി ആയിരിക്കും, പി ഇവിടെ ആയിരിക്കും, കൺഫേം ആയിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതെങ്ങനെ കിട്ടി? എസ് ആറും ക്യൂവും പ്ലേസ് ചെയ്ത് ഇനി റിമൈനിങ് ആയിട്ടുള്ള പി ആണ്, അത് ഇവിടെ ഇരിക്കും. ഇനി ഓ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ്. ഓ എക്സ്ട്രീം ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും? ഓൾറെഡി പി എൽ അറിയും, പിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഓ ഇരിക്കണം. ഇനി ലെഫ്റ്റ് ഹൂ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ ഓഫ് പീപ്പിൾ ഫേസിങ് സൗത്ത്. ഇനിയിപ്പോൾ ഇവിടെ ഒരാളല്ലേ പ്ലേസ് ചെയ്യാനുള്ളത്, എല് എം എന്നോ. അപ്പോൾ എല് എൻ ഒ ആയി, ഇനി എം ഇവിടെ ആയിരിക്കും, കൺഫേംഡ് ആയിരിക്കും. ഇതായിരിക്കും ഇവരുടെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്, എം എൻ എൽ ഒ, അതേപോലെ എസ് ആർ ക്യു പി. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൂ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ ഓഫ് പീപ്പിൾ ഫേസിങ് സൗത്ത്. സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആൾ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ആരായിരിക്കും? ഇതല്ലേ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന റോ എന്ന് പറയാൻ നേരത്ത് ഇവരുടെ റോ ആണ്. ഇതിനകത്ത് റൈറ്റ് സൈഡ് എക്സ്ട്രീം റൈറ്റിലിരിക്കുന്നത് ആരാണ്? എം ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സൗത്തിലേക്ക് ഫേസ് ചെയ്യണം എക്സ്ട്രീം റൈറ്റ്. ഇനി ലെഫ്റ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഓ ആണ്. ഇനി ഇവിടെ ആണെങ്കിലാ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആരിക്കണം എന്ന് ചോദിക്കണേ, അത് പി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സഡൻ കോഡ് ലാംഗ്വേജ് മന്ത് ഈസ് റിട്ടൺ ആസ് 1412137119. അതേപോലെ ഇയർ കൂടിയിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? വീക്ക് വേണം. ശരി, ഇവിടെ നോക്കിയോ. ഫസ്റ്റ് മന്ത് MONTH. നമുക്കറിയാം എം 13 ആണ്, ഒ എന്ന് പറഞ്ഞാൽ 15 ആണ്, N 14th ലെറ്റർ ആണ്, T 20, H 80. പക്ഷെ ആ ഒരു നമ്പർ അല്ല അവിടെ കോഡ് ചെയ്തിരിക്കണം. 14 12 13 719. നമുക്ക് ലെറ്ററിലെ ഓപ്പോസിറ്റ്, എമ്മിന് ഓപ്പോസിറ്റ് നമുക്കറിയാം N ആണ്. ആ N ആണ് 14th നമ്പറായിട്ട് വരുന്നത്. ഇനി ഒയ്ക്ക് ഓപ്പോസിറ്റ് L വരും. അതായത് ABCD എഴുതി തന്നിടത്ത് ABCD എക്സെട്ര Z, അതേപോലെ ABCD എക്സെട്ര X YZ, ഇങ്ങനെ വരാൻ നേരത്തെ AZ ഓപ്പോസിറ്റ്, BY ഓപ്പോസിറ്റ്, അതേപോലെ CX ഓപ്പോസിറ്റ്. പിന്നെ ഇവിടെ നോക്കിയേ, Tക്ക് ഓപ്പോസിറ്റ് വരുന്നത് G ആണ്, എമ്മിന് ഓപ്പോസിറ്റ് N, Nന് ഓപ്പോസിറ്റ് M തന്നെ വരും. ഇനി അടുത്തത് Hന് ഓപ്പോസിറ്റ് S ആണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം. ആ നമ്പർ കൊടുക്കാനായിട്ട് എന്താ എളുപ്പവഴി? ഈ ഒരു കോഡ് ഓർത്തിരിക്കുക, EJOTY Y25 20 15 15 10 5, അതായത് 5 10 15 20 25 സാധാരണ ലെറ്റേഴ്സ് അല്ലേ ഇത്. ഇപ്പോൾ ഇവിടെ നോക്കിയോ, എസ് ആണെങ്കിൽ നമുക്കറിയാം ടിക്ക് തൊട്ട് മുമ്പ് 19, ജി ആണ് 7th ലെറ്റർ, എം ആണെങ്കിൽ 13 വരും, L 12 അല്ലേ, JKL J 10 11 12. കണ്ട, ജെ നമുക്കറിയാം 10 ആണ്, 11 12. ഇനി അടുത്തത് N 14. ഇനി നോക്കി ഇവിടെ 14 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 7 ഉണ്ട്, 19 ഉണ്ട്. ഇനി ആ ഒരു പാറ്റേൺ. ഇനി അടുത്ത എന്താ? ഇയർ. ഇതിന് എന്താ എഴുതേണ്ട? ഓപ്പോസിറ്റ് പേര് എഴുതുക. വൈക്ക് ഓപ്പോസിറ്റ് ബി ആണ്, ഇക്ക് ഓപ്പോസിറ്റ് വി ആണ്, എക്ക് ഓപ്പോസിറ്റ് സെഡ്, ആറിന് ഓപ്പോസിറ്റ് ഐ 9 ആണ്, സെഡ് 26, വി 22, B2. അപ്പം എന്തോരം 4 2 2 22 26 9 അല്ലേ? ഇനി നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ട? വീക്കിൻ്റെ കോഡ് വേണം. വീക്ക് WEEK. ഇനി കെയ്ക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം പി ആണ്, ഇക്ക് ഓപ്പോസിറ്റ് വി ആണ്, ഓപ്പോസിറ്റ് പി,
എല്ലാത്തിനും ഓപ്പോസിറ്റ്. ഡബ്ല്യുവിന് ഓപ്പോസിറ്റ് ഡി, ഇക്ക് ഓപ്പോസിറ്റ് വി, എഗെയിൻ ഇക്ക് ഓപ്പോസിറ്റ് വി. ഇതിൻ്റെ നമ്പർ കൊടുക്കുക 4. 4 ഉള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഈ 2 ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. 22 then 22, പി എത്ര 16. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും കറക്റ്റായിട്ട് ആൻസർ. 4, 22, 22, 16. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് പെയർ എടുക്കുക. ഓപ്പോസിറ്റ് പെയർ അതിൻ്റെ നമ്പർ കൊടുക്കുക. ശരി. ഇന്നസെൻറ്റ് കോഡ് ലാംഗ്വേജ് ബയ്യറീസ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് പാറ്റേൺ ആണെന്ന് നോക്കാം. എന്താ ബയ്യർ കോഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ചൈൽഡ് ഇങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഡെത്ത് എങ്ങനെ കോഡ് ചെയ്യാം? ശരി, ഇപ്പം നമ്പർ ഓർമ്മയില്ല. ഇവിടെ നോക്കിയോ, ബയ്യർ ബയ്യർ എങ്ങനെ കോഡ് ചെയ്തിരിക്കണം? CSZCS അല്ലേ? നമ്പർ നോക്കിയോ, 19, 3, 26, 19, 3, 2, 21, 25, 5, 80 അല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കിയോ, 2 + 1 3 ആണ്, 21 - 2 19 ആണ്, +1 5 - 2 3 18 + 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താ? +1 - 2 +1 - 2 +1. ആ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ജസ്റ്റ് ചോദിക്കാം DFJJE. ഇവിടെ നോക്കിയേ, ഇവിടെ എന്തായത്? +1 - 2 +1. ആ ഒരു പാറ്റേൺ D+1, ചൈൽഡ് ആയിരുന്നു കോഡ് ചെയ്യേണ്ടത്. C+1 D ആണ്, H 8th ടൈം ആണ്, F 6th ടൈം, -2 +1 - 2. ഇനി I 9th ടൈം ആണ്, J എന്ന് പറഞ്ഞാൽ 10 +1 ആണ്. ഇനി L 12 ആണ്, J 10 ആണ്. അപ്പോൾ +1 - അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? +1 - 2 +1 - 2. ഓക്കെ, എന്താ കോഡ് ചെയ്യേണ്ടത്? ഡെത്ത്, DEATH. കാര്യം ഡി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ +1 അല്ലേ, ഇ വരും. E - 2 5 ആണ്, EC ECBRI 4. ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. 5, 1, 28 ലിറ്റർ. ഇവിടെ +1 - 2 +1 - 2 +1. ഇവിടെ നോക്കിയേ, E - 2 3 ആണ്, A +1 2 സെക്കൻഡ് ടൈം, B ആണ്. 20 - 2 18th ടൈം, R ആണ്. 8 + 1 9th ടൈം, I. അപ്പം ECBRI. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Select the option that is related to the 5th letter cluster in the same way as the 2nd letter cluster is related to the 1st letter cluster and the 4th letter cluster is related to the 3rd letter cluster. ഓക്കെ, ഇവിടെ പെയറിംഗ് ആണ്. ഇത് നോക്കിയോ, ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. PGS TIS ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയോ, UCE അതെങ്ങനെ കണക്ട് ചെയ്യണം? FEX കറസ്പോണ്ടിങ് നമ്പർ 24 5 6 21 3 5 അല്ലേ? ഇവിടെ നോക്കിയാൽ 5 + 1 3 + 2 5 21 + 3 24. ഇവിടുത്തെ പാറ്റേൺ എന്താ? റിവേഴ്സിൽ എഴുതുക, +1 + 2 + 3 അല്ലേ? ജസ്റ്റ് PGS കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. PGS S19 G7 16. ഇനി എന്താ ചെയ്യേണ്ടത്? +1 + 2 then again +3. 16 + 3 19, 7 + 2 9 20. T 20th ടൈം T ആണ്, 9th ടൈം I ആണ്, TIS അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നോക്കിയോ, HKR. ഇതെങ്ങനെ കോഡ് ചെയ്യാം? HKR. R 18th ടൈം, K 11, H 8. ജസ്റ്റ് ഇത് റിവേഴ്സിൽ എഴുതുക. ഇവിടെ എന്തായിരിക്കും? +1 + 2 + 3 അല്ലേ? 8 + 3 11, 11 + 2 13, 18 19. SMK ഓപ്ഷൻ C ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഇങ്ങോട്ടേക്ക് റിവേഴ്സിൽ എഴുതുക. ഫസ്റ്റ് 3rd ലെറ്റർ ഫസ്റ്റിലേക്ക് വരിക, സെക്കൻഡ് അതേപോലെ എഴുതുക, ഫസ്റ്റ് ലെറ്റർ 3rd പോവുക. +1 + 2 + 3. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following numbers will replace the question mark in the given series?
ഓക്കെ, ഈ ഒരു ഷിഫ്റ്റിലെ രണ്ടാമത്തെ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണെന്ന് നോക്കാം. 7, 17 ഈ ഒരു ടൈം നമുക്ക് വേണം. 137, 407, 1217 അല്ലേ. കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ടൈംസ് ആയിരിക്കും, അതായത് പെട്ടെന്ന് ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയോ, ജസ്റ്റ് 7 കഴിഞ്ഞ് 7ൻ്റെ മൾട്ടിപ്പിൾ 7നോട് അടുത്തുള്ളത് 21 ആണ്. അപ്പോൾ ഇൻറ്റു 3, 7 ഇൻറ്റു 3 എത്ര കിട്ടി? 21 ആണ്. പക്ഷെ ഇവിടെ എത്രയാണ്? 17 അല്ലേ, -4 എത്ര വരും? 17. അപ്പം ഇൻറ്റു 3 +4 ആണ് അല്ലേ, ഇൻറ്റു 3 -4. ഇനി അതേപോലെ ഇനി ഇവിടെ ഇനി 17 അല്ല, ജസ്റ്റ് ഈ ഒരു ടൈമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ചെക്ക് ചെയ്യാം. 137 ഇവിടെ എന്താ ചെയ്തത്? ഇൻറ്റു 3. 137 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 300. 1 9 1 4 411 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? -4 എത്ര വരും? 407 അല്ലേ. അതേപോലെ 407 ഇൻറ്റു ഇവിടെ എന്താ ചെയ്തത്? ഇൻറ്റു 3 -4. ഇവിടെ നോക്കിയോ, 407 ഇൻറ്റു 3 എത്ര വരും? 400 ഇൻറ്റു 3 നമുക്കറിയാം 1200 ആണ്. 7 2 3 21. അപ്പോൾ എന്ത് വരും? 1 2 2 1. ഇനി എന്ത് ചെയ്യേണ്ട? -4 21 -4 7 1217 അല്ലേ. അപ്പോൾ ഇതെങ്ങനെ കൂടി? അപ്പോൾ ഇവിടെ എന്തായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായി? സ്വാഭാവികമായിട്ട് 17 ഇൻറ്റു എന്താ ചെയ്തത്? ഇൻറ്റു 3 17 ഇൻറ്റു 3 പിന്നെ എന്ത് ചെയ്യണം? 17 ഇൻറ്റു 3 എത്രയാണ് നമുക്കറിയാം? 51 ആണ്. ഇനി എന്താ? -4 51 ഓപ്ഷനിൽ ഉണ്ടാകും, പക്ഷേ അത് റോങ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? -4 -4 എന്ന് -4 ചെയ്യാൻ നേരത്ത് 47. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ചെയ്യരുത്. ഓപ്ഷൻ 51 ഓപ്ഷനിലുണ്ട്. ഈ രണ്ട് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇൻറ്റു. ഇപ്പോൾ ഈ സീരീസിൻ്റെ പാറ്റേൺ എന്തായിരുന്നു? ഇൻറ്റു 3 -4. ഓക്കെ അല്ലേ? ശരി, അതൊക്കെയായിരുന്നു ആ ഒരു സെക്കൻഡ് ഷിഫ്റ്റിൽ GD ക്വസ്റ്റ്യൻസ്. ഇതോടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.